ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ബേബീഷ വ്ളോഗ്സ്. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ്. ഒരു ചിക്കൻ ഐറ്റമാണ് കേട്ടോ ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. വീഡിയോയിൽ കണ്ടതുപോലെ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ബട്ടർ ചിക്കനാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ വീഡിയോയിലേക്ക് പോയാലോ. ആദ്യം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കനിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റായിട്ടോ ചേർത്ത് കൊടുക്കുന്നത്. പിന്നീട് നാരങ്ങാനീരും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതിലേക്ക് നമ്മൾ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. കാശ്മീരി മുളക് പൊടിയാണെങ്കിൽ ഏറ്റവും നല്ലതാണ് കേട്ടോ. ഞാനിവിടെ സാധാ മുളക് പൊടിയാട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം ചിക്കൻ ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർത്തിട്ട് നന്നായിട്ട് മസാല പുരട്ടി വയ്ക്കാം. ഏകദേശം 1 മണിക്കൂറോളം ഫ്രിഡ്ജിൽ മസാല പുരട്ടി മാറിനേറ്റ് ചെയ്ത് വെക്കുന്നത് നല്ലതാണ് കേട്ടോ. അത്രയും നല്ല രീതിയിൽ മസാലയൊക്കെ ചിക്കനിൽ പിടിച്ച് വറുത്ത് വരുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നമുക്കത് മാറ്റി വയ്ക്കാം. അതിനുശേഷം ഇതിൻ്റെ സോസിന് വേണ്ടിയിട്ട് ചാറിന് ആവശ്യമായിട്ടുള്ള ഗ്രേവി തയ്യാറാക്കാം. ആദ്യം തന്നെ ഒരു പാത്രത്തിലേക്ക് ബട്ടർ ഇട്ട് അത് മെൽറ്റാക്കുക. അതിനുശേഷം സവാളയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അതിനുശേഷം നമ്മളിതിലേക്ക് ചേർക്കാൻ പോകുന്നത് അണ്ടിപ്പരിപ്പാണ്. സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പ് ആയാലും മതി കേട്ടോ. സോക്ക് ചെയ്തില്ല എന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. നമ്മളിവിടെ 10-15ഓളം അണ്ടിപ്പരിപ്പുകൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. നന്നായി വഴണ്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് 3-4 പച്ചമുളക് കീറിയിട്ട് കൊടുക്കാം. ചീന്തി എരിഞ്ഞിട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഗോൾഡൻ ബ്രൗൺ ആകുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ സവാളയും അണ്ടിപ്പരിപ്പും എല്ലാവരും ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ ഇതിലേക്ക് നമുക്ക് 2 തക്കാളി ചെറുതായി അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് മുളക് പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. കാശ്മീരി മുളക് പൊടിയായിട്ടാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അതിനുശേഷം ഇതിലേക്ക് ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് പച്ചമണം പാറുന്നത് വരെ നന്നായിട്ടൊന്ന് 2 മിനിറ്റോളം ഇളക്കി കൊടുക്കുക. അതിനുശേഷം 2 കപ്പ് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് 1 സ്പൂൺ വിനാഗിരി കൂടി ചേർക്കുക. പിന്നീട് ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർത്തിട്ട് നല്ല രീതിയിൽ തിളപ്പിച്ചെടുക്കുക. തിളച്ച് കുറുകി വരുന്ന ഈ ഗ്രേവി കുറച്ച് നേരം തണുക്കാനായിട്ട് മാറ്റി വയ്ക്കണം. ഇത് നമ്മൾ മിക്സിയിലടിച്ച് തിക്ക് ഗ്രേവി ആയിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഈ ഗ്രേവി തണുത്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് മാരിനേറ്റ് ചെയ്തിട്ടുള്ള ചിക്കൻ വറുത്തെടുക്കാം കേട്ടോ. ഞാനിവിടെ 1 സ്പൂൺ ബട്ടറാണ് ഇവിടെ ചേർത്തിട്ടുള്ളത്. ഇതിലേക്ക് മാരിനേറ്റ് ചെയ്തിട്ടുള്ള ചിക്കനുകൾ ഷാലോ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ബാക്കി വേവാനുള്ളത് ഗ്രേവിയിൽ കിടന്ന് വേവുന്നതായിരിക്കും. ചിക്കൻ വറുത്ത ശേഷം നമുക്ക് ഗ്രേവി തണുക്കാൻ വെച്ചിരുന്നില്ലേ, അത് മിക്സിയിലടിച്ച് നല്ല രീതിയിൽ പേസ്റ്റ് പോലെ ആക്കിയെടുക്കാം. അതൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് പകർത്തിയെടുക്കുക. നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് വറുത്ത് വെച്ചിട്ടുള്ള ചിക്കൻ പീസുകൾ കൂടി ചേർത്ത് ഇളക്കുക. ഗ്രേവി നന്നായിട്ട് തിളച്ച് കുറുകി വരുമ്പോൾ നമുക്കിതിലേക്ക് 2 സ്പൂൺ ടൊമാറ്റോ സോസ് കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് കസ്തൂരി മേത്തിയാണ് ചേർത്ത് കൊടുക്കുന്നത്. കസ്തൂരി മേത്തി എന്നാൽ ഉലുവയുടെ ഇല പൊടിച്ചതാണ്. ഇത് കൂടി ചേർത്ത് ഇളക്കുക. ഇപ്പോൾ നമ്മുടെ ബട്ടർ ചിക്കൻ്റെ ഗ്രേവി നന്നായിട്ട് കുറുകി തിളച്ച് വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഫൈനൽ ആൻഡ് ഇമ്പോർട്ടൻറ്റ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് കൊടുക്കുന്നത് നേരാണ് കേട്ടോ. നമ്മുടെ ഫ്രഷ് ക്രീമാണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള ബട്ടർ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് പൊറോട്ടയുടെ ഒപ്പം അപ്പത്തിൻ്റെ ഒപ്പം ചപ്പാത്തിയുടെ ഒപ്പമൊക്കെ നല്ലതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇന്ന് തന്നെ ബട്ടർ ചിക്കൻ ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. പുതിയ വീഡിയോകൾക്കായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നിങ്ങളുടെ സപ്പോർട്ട് എന്തായാലും വേണേ. താങ്ക് യു.